ഹായ് ഗായ്സ്, നമുക്ക് വർക്കിന് വന്നിരിക്കുന്ന മോട്ടോ G45 5G ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ടച്ച് ഗ്ലാസ് മാറാൻ പോകുന്നത്. ടച്ച് ഗ്ലാസ് ക്രാക്കായിട്ട് വന്ന സെറ്റാണ്. ടച്ചെല്ലാം ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഓക്കെയാണ്. ടച്ചെല്ലാം ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിത് അഴിക്കാൻ പോവാണ്. അപ്പം ബാക്ക് പാനൽ പതിയെ 5D ഫിലിം വെച്ചാണ് നമ്മൾ അഴിക്കുന്നത്. പതിയാണ് റിമൂവ് ചെയ്യുന്നത്. കാരണം സൈഡ് ഫിംഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫിംഗർ സ്ട്രിപ്പ് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് പതിയെ റിമൂവ് ആക്കുകയാണ്. റിമൂവ് ആക്കിയ ശേഷം ബാറ്ററിയുടെ മേളിലായിട്ടാണ് അതിൻ്റെ ഫിംഗർ സ്ട്രിപ്പിൻ്റെ സൈഡിലൂടെ പിന്നെ നമ്മൾ സിം ട്രൈ ഇജക്റ്റ് ചെയ്യുന്നത്. സിം ട്രൈ ഇജക്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ക്രൂവും ഫുള്ള് റിമൂവ് ചെയ്ത് എടുത്ത് മാറ്റുക. സ്ക്രൂ എല്ലാം ഫുള്ള് റിമൂവ് ആക്കണം. സ്ക്രൂ നിന്നാൽ ബാക്ക് പാനൽ പൊക്കുന്ന ടൈമിൽ ഏതെങ്കിലും സൈഡിൽ ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ മേളിലും താഴത്തെ എല്ലാ സ്ക്രൂവും റിമൂവ് ആക്കിയ ശേഷം 5D ഫിലിം വെച്ച് തന്നെ സൈഡ് പതിയെ തിക്കി അഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഴിക്കുന്ന ടൈമിലും ഫിംഗർ സ്ട്രിപ്പിൻ്റെ അവിടെ കയറാതെ നോക്കുക. ഫിംഗർ സ്ട്രിപ്പിൻ്റെ മേളിലായിട്ട് ഒരു സ്റ്റിക്കറൂടെ കാണുക. ആ സ്റ്റിക്കറും പറിക്കണം, ഇല്ലെങ്കിൽ ഫിംഗർ സ്ട്രിപ്പ് ഫുൾ ഡാമേജ് ആവും, കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ച ടൈമിൽ പാടൊന്നുമില്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്തപ്പോഴും ഓക്കെയാണ്. നമ്മളപ്പോൾ അത് ബാറ്ററിയെല്ലാം ഊരി ഡിസ്പ്ലേ സെപ്പറേറ്ററിൻ്റെ മേളിലോട്ട് വെക്കുകയാണ്. ഹീറ്റെല്ലാം സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ പഞ്ച് ചെയ്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബബിൾ റിമൂവറിലോട്ട് ഇടാൻ പോവുകയാണ്. ബബിൾ റിമൂവറിലിട്ട് നമ്മൾ എയർ അടിച്ച് കയറ്റി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഗമ്മെല്ലാം തേക്കാം. ഫ്രെയിമിൽ ഫുള്ള് സൈഡിൽ ബീഡിങ്ങിലും എല്ലാം ഗമ്മ് തേക്കുകയാണ്. ഫുള്ള് ഗമ്മ് തേച്ചിട്ട് നമ്മൾ ആ ഡിസ്പ്ലേ അകത്ത് വെച്ച് ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്ക് പാനലൊക്കെ ഫിക്സ് ചെയ്ത് സ്ക്രൂ ജസ്റ്റ് ഒന്ന് ഓണാക്കി വിടുകയാണ്. കാരണം നമ്മൾ സ്ക്രൂ എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് ബൂട്ടായിരിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രൂ എല്ലാം മൊത്തം സ്ക്രൂ ഇടണം. കാരണം ഒരിടത്തൊക്കെ സ്ക്രൂ ഇട്ട് പോയാൽ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം സ്ക്രൂ എല്ലാം ഇട്ട ശേഷം നമ്മൾ സൈഡിലെ ഗമ്മെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഗം റിമൂവറുണ്ട്, ഗം റിമൂവർ വെച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഗമ്മൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറേ ഫുള്ള് ഗമ്മ് വെച്ച ശേഷം ആ ബാക്ക് പാനലും സെറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടോ G45 5G അപ്പോൾ സെറ്റായിട്ടുണ്ട്. പോർട്ടലോ കാര്യങ്ങളോ പാടോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം.